പിണറായിയുടെ വിശ്വസ്തൻ ADGP MR അജിത്കുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഉപ്പ് തിന്നവർ ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ തന്നെയാണ് വയനാട് ഡിവൈഎസ്പിയും പോലീസ് സംഘടനയിലെ ഇടതനുകൂല വിഭാഗം നേതാവുമായ DK പൃഥ്വിരാജിനും ഉണ്ടായിരിക്കുന്നത്. വിരമിക്കാനായി സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം നൽകണമെന്ന് ആഭ്യന്തര വകുപ്പിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് ഡിവൈഎസ്പി. എന്നാൽ പൃഥ്വിരാജിന്റെ ഈ അപേക്ഷ ആഭ്യന്തര വകുപ്പ് തള്ളുകയാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ഉണ്ടായ സർവീസ് തലത്തിലെ അഴിച്ചുപണികളുടെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന പൃഥ്വിരാജിനെ വയനാട് ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത്. എന്നാൽ ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയുണ്ടായി. സർവീസിൽ നിന്ന് വിരമിക്കാൻ 7 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സ്വന്തം ജില്ലയായ തിരുവനന്തപുരത്ത് പോസ്റ്റിംഗ് നൽകണമെന്ന മാനുഷികമായ ആനുകൂല്യം പരിഗണിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം. ഡിവൈഎസ്പിയുടെ ഈ അപേക്ഷ പരിശോധിക്കാൻ ട്രൈബ്യൂണൽ സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ട്രൈബ്യൂണൽ ഉത്തരവുമായി ആഭ്യന്തര വകുപ്പിനെ സമീപിച്ച പൃഥ്വിരാജിന് ലഭിച്ചത് അപ്രതീക്ഷിതവും ഒരു രാഷ്ട്രീയ പ്രഹരവുമായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പ് പൃഥ്വിരാജിന്റെ അപേക്ഷ നിരസിക്കാൻ കണ്ടെത്തിയ തന്ത്രപരമായ വഴി ഏറെ ശ്രദ്ധേയമാണ്. നേർക്കുനേർ ഒരു പോരിന് കാരണമാവാതെ വളരെ നൈസായിട്ടാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയത്. പൃഥ്വിരാജിന്റെ സേനയിലെ മികച്ച പ്രവർത്തനം കണക്കിലെടുത്താണ് വയനാട്ടിലേക്ക് മാറ്റിയതെന്നും അവിടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത്. എതിരാളിയെ പ്രശംസിച്ച് പിന്തള്ളുന്ന ഈ തന്ത്രം ഭരണതലത്തിൽ വലിയ ഞെട്ടലിനാണ് വഴിവെച്ചിരിക്കുന്നത്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് പോലീസ് സേനയിലെ ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു DK പൃഥ്വിരാജ്. ഇടതനുകൂല പോലീസ് സംഘടനയുടെ പ്രധാന നേതാവ് എന്ന നിലയിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തൻ എന്ന നിലയിലും പോലീസിലെ പ്രൊമോഷനുകൾ, പോസ്റ്റിംഗുകൾ, സംഘടനാപരമായ തീരുമാനങ്ങൾ എന്നിവയിലൊക്കെ അദ്ദേഹത്തിന് വലിയ നിർണായക ശക്തി ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള പല നിർണായക കേസുകളുടെയും അന്വേഷണ ചുമതല മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഏൽപ്പിച്ചിരുന്നത് ഇദ്ദേഹത്തെയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വിമാനത്തിൽ വെച്ച് പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസ്. വിമാനത്തിലെ പ്രതിഷേധ കേസ് അന്വേഷിച്ച പൃഥ്വിരാജ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ശക്തമായ വധശ്രമ കുറ്റം ചുമത്തുകയും കേസ് വലിയ രാഷ്ട്രീയ പോരിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മുൻ MLA KS ശബരിനാഥനെ അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്ത നടപടിയും പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലായിരുന്നു. അന്നത്തെ പ്രതിപക്ഷമായ UDFനെ പ്രതിരോധത്തിലാക്കാൻ സർക്കാരിന് ലഭിച്ച പ്രധാന ആയുധമായിരുന്നു ഈ കേസ്. എന്നാൽ ഇന്ന് ഭരണമാറ്റത്തോടെ അന്നത്തെ രാഷ്ട്രീയ ഉത്തരവുകൾ നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥർ ഒന്നൊന്നായി പാർശ്വവൽക്കരിക്കപ്പെടുന്ന കാഴ്ചക്കാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്.